ഞാൻ പ്രീതിയെ ചെന്ന് കണ്ടിരുന്നു. അവളുടെ മനസ്സ് മാറ്റാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ ഒരു ഗുണവും ഉണ്ടായില്ല. പീതാംബരനാ പ്രീതിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നെ. അവള് ഭർത്താവ് ഉപേക്ഷിച്ചൊരു ഗർഭിണിയല്ലേ. പീതാംബരം പറയുന്നത് അനുസരിക്കാതെ അവൾക്ക് വേറെ വഴിയില്ലല്ലോ. അവള് പരാതി തന്നെ ഉറച്ചു നിന്ന ഞാൻ എന്തായാലും ജയിലിൽ പോവേണ്ടി വരും. കേസ് നടത്തി ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കുമ്പോഴേക്കും വർഷങ്ങൾ എടുത്തുനിന്ന് വരും. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? എന്താ കിരീട്ട ഇങ്ങനെയൊക്കെ പറയുന്നേ? കിരീട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. നിന്റെ വിശ്വാസം ഞാൻ ഒട്ടും അറിയിക്കുന്നില്ല മഞ്ജു. ഞാൻ നിന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ കല്യാണം നടക്കുന്നതിന് മുമ്പെങ്കിലും ഞാൻ നിന്നോട് നിന്റെ അച്ഛനെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും തുറന്നു പറയണമായിരുന്നു.